2016 റിലീസായ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ് ഇൻഡിപെൻഡൻസ് ഡേ റിസർജൻസ്. 1996 ഇറങ്ങിയ ഇൻഡിപെൻഡൻസ് ഡേ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ. ഏലിയൻ ആക്രമണത്തിന്റെ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഏലിയൻ ആക്രമണം വരികയാണ്. ഭൂമിക്ക് ഈ ആക്രമണത്തെ അതിജീവിക്കാൻ സാധിക്കുമോ? ഉത്തരം നമുക്ക് വീഡിയോയിലൂടെ തന്നെ അറിയാം. 20 വർഷങ്ങൾക്ക് മുൻപുള്ള ഏലിയൻ ആക്രമണത്തിന് ശേഷം ഭൂമി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തിലാണ്. വിവിധ രാജ്യങ്ങൾ തങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ മറന്ന് ഒരുമിച്ച് എർത്ത് സ്പേസ് ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഏലിയൻ ഷിപ്പുകളിലെ ടെക്നോളജി മനസ്സിലാക്കുകയും ഭൂമിക്ക് പുറത്തു നിന്നുമുള്ള അതായത് ഏലിയൻ ആക്രമണങ്ങളെ ഡിറ്റക്ട് ചെയ്യാനുള്ള അലർട്ട് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തു. നേവാഡയിലുള്ള ഏരിയ 51ലാണ് എർത്ത് സ്പേസ് ഡിഫൻസിന്റെ അഥവാ ESDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ESDക്ക് ചന്ദ്രനിലും മാർസ് അഥവാ ചൊവ്വാഗ്രഹത്തിലും ശനിഗ്രഹത്തിന്റെ ഉപഗ്രഹമായ റിയയിലും ബേസുകളുണ്ട്. ഏലിയൻസ് ഇപ്പോഴും നമ്മുടെ ഗ്രഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഭൂമിയിലുള്ളവർ അറിയുന്നില്ല. മുൻ പ്രസിഡന്റ് വിറ്റ്മോർ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് എപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ വട്ടത്തിലുള്ള ഒരു രൂപവും കൂടാതെ ഒരു ലൈനും അയാൾ കാണുന്നുണ്ട്. അയാൾ ആ ചിത്രം പല തവണ വരച്ചുകൊണ്ടിരുന്നു. അതേസമയം ചന്ദ്രനിലെ ബേസിൽ ജേക്കും ചാർലിയും ചേർന്ന് ബേസിന്റെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പുതിയ പാർട്സുകൾ ചേർത്ത് വലിയൊരു ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രോസസ്സിൽ എന്തോ നിഗൂഢമായി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആയുധത്തിന്റെ പാർട്സുകൾ ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല. ആ സ്ട്രക്ചർ താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കണ്ട് അവരോട് അവിടെ നിന്നും വേഗം മാറാൻ കമാൻഡർ ജിയാങ് പറയുന്നു. പക്ഷേ ജെയ്ക്ക് കമാൻഡർ പറഞ്ഞത് കേൾക്കാതെ ഷിപ്പ് ഉപയോഗിച്ച് ആ ആയുധം ഉയർത്താൻ ശ്രമിച്ചു. കൂടുതൽ പവർ കിട്ടുവാനായി ജെയ്ക്ക് ഷിപ്പിന്റെ ഫ്യൂഷൻ ഡ്രൈവ് ഓണാക്കുന്നു. പക്ഷെ അതിന് ആ ഷിപ്പിനെ തന്നെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ വളരെ വേഗത്തിൽ പ്രവർത്തിച്ച് ജെയ്ക്ക് ആ ആയുധം നേരെയാക്കുന്നു. ബേസിലെത്തിയ ജെയ്ക്കിനെ ആ തെറ്റിന് ജിയാങ് വഴക്ക് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഷിപ്പ് ഫ്ലൈ ചെയ്യുന്നതിൽ നിന്നും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജെയ്ക്കിനെ വിലക്കുന്നുവെന്ന് കമാൻഡർ പറയുന്നു. അതേസമയം ഏരിയ 51 ജനറൽ ആഡംസിനെ ബേസിലേക്ക് അടിയന്തരമായി വിളിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് അവർ പിടികൂടിയ അന്യഗ്രഹ ജീവി അഥവാ ഏലിയൻ ഇതുവരെ ഒരു കോമ സ്റ്റേറ്റിലായിരുന്നു. ആ ഏലിയൻ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. അവർ തങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന കൂട് തകർക്കാൻ ശ്രമിക്കുകയാണ്. ആഡം ഇക്കാര്യം ESD ഡയറക്ടറുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അയാൾ സ്ഥലത്തില്ല. ഡേവിഡ് ഇപ്പോൾ ഫ്ലോയിഡുമായി ആഫ്രിക്കയിലാണ്. ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കൺട്രോളറാണ് ഫ്ലോയിഡ്. വാർലോഡായ അമ്പുട്ടുവിനെയും അയാളുടെ റിബൽ ആർമിയെയും അവർ കാണുന്നു. അമ്പുട്ടുവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റും ഏലിയൻ ജീവികളുടെ എല്ലുകളാണ്. പക്ഷെ അവർക്ക് ഡേവിഡിനെ അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. പക്ഷെ പ്രശ്നം ഗുരുതരമാകുന്നതിന് മുന്നേ കാതറിൻ അങ്ങോട്ടേക്ക് വരികയും ഡേവിഡ് തന്നോടൊപ്പം ഉള്ളതാണെന്ന് റിബലുകളോട് പറയുന്നു. കാതറിൻ കുറച്ചു നാളായി ഇവിടെ ജോലി ചെയ്യുകയാണ്. അമ്പട്ടുവും ഏലിയനുകളുമായുള്ള സൈക്കിക് കണക്ഷനെ കുറിച്ച് പഠിക്കുകയായിരുന്നു അവർ. 20 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ലാൻഡ് ചെയ്ത ഏലിയൻ ഷിപ്പ് കാതറിൻ ഡേവിഡിന് കാണിച്ചു കൊടുക്കുന്നു. ആ ഷിപ്പിന് വെളിയിലേക്ക് വന്ന ഏലിയനുകളുമായി 10 വർഷമായി ഇവിടെയുള്ളവർ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് ഷിപ്പിന്റെ ലൈറ്റുകൾ തനിയെ തെളിഞ്ഞുവെന്ന് അമ്പുട്ടു അവരോട് പറയുന്നു. ഷിപ്പിനടിയിൽ വലിയൊരു ഗർത്തം അവർ കാണുന്നു. അതായത് 20 വർഷങ്ങൾക്ക് മുൻപ് അവർ ഡ്രിൽ ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു അത്. ആദ്യം ഉണ്ടായ യുദ്ധത്തിൽ മദർഷിപ്പ് തകർന്നതോടെയാകാം ഡ്രില്ലിംഗ് നിന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഷിപ്പിലേക്ക് കയറിയ അവർ അവിടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഒരു സിഗ്നൽ അയക്കുന്നത് കാണുന്നു. അപകടത്തിൽപ്പെടുമ്പോൾ അയക്കുന്ന ഡിസ്ട്രസ് കോൾ ആണിതെന്നും ആരോ അത് ആൻസർ ചെയ്തിട്ടുണ്ടെന്നും ഡേവിഡ് പറയുന്നു. അതേസമയം ചന്ദ്രനിൽ ജെയ്ക്ക് തന്റെ കാമുകി പെട്രീഷ്യയുമായി വീഡിയോ കോൾ ചെയ്യുകയാണ്. പെട്രീഷ്യയാണെങ്കിൽ മുൻ പ്രസിഡന്റ് വിറ്റ്മോറിന്റെ മകളാണ്. അതേസമയം ഇന്റർനാഷണൽ ലെഗസി സ്ക്വാഡ്രൺ ചന്ദ്രനിലെ ബേസിലേക്ക് ഉടനെ വരുമെന്ന് പെട്രീഷ്യ ജെയ്ക്കിനെ അറിയിക്കുന്നു. ആ സ്ക്വാഡ്രണിൽ അവളുടെ സുഹൃത്തായ ഡില്ലനുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ജെയ്ക്കും ഡില്ലനുമായി വഴക്കുണ്ടായിരുന്നു. കൂടാതെ ഒരു ഫ്ലൈയിങ് ടെസ്റ്റിൽ ജെയ്ക്ക് മൂലം ഡില്ലൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഡില്ലനോട് നല്ലപോലെ പെരുമാറണമെന്നും അന്ന് സംഭവിച്ചത് നിന്റെ തെറ്റ് അംഗീകരിക്കണമെന്നും പെട്രീഷ്യ പറയുന്നു. പിന്നീട് സ്ക്വാഡ്രൺ ചന്ദ്രനിലെ ബേസിലെത്തുന്നു. എല്ലാവരും ഡില്ലനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാരണം ആദ്യ യുദ്ധത്തിലെ ഹീറോയായ സ്റ്റീവിന്റെ മകനായിരുന്നു ഡില്ലൻ. ലഞ്ചിന്റെ സമയത്ത് ജെയ്ക്ക് ഡില്ലനെ കാണുന്നു. എന്നാൽ ഡില്ലനോട് മാന്യമായി പെരുമാറുന്നതിന് പകരം അവനെ കളിയാക്കുകയാണ് ജെയ്ക്ക് ചെയ്തത്. ഡില്ലൻ തന്റെ വഴിക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ജെയ്ക്ക് പറയുന്നു. ഇത് കേട്ട ഡില്ലൻ ജെയ്ക്കിനെ പിടിച്ച് പൊട്ടിക്കുന്നു. എന്നാൽ ഇത് കമാൻഡർ ജിയാങ് കാണുന്നു. എന്നാൽ ജെയ്ക്ക് ഡില്ലനെ സംരക്ഷിക്കുന്നു. താൻ മുറിയിലേക്ക് പോയപ്പോൾ വീണതാണെന്ന് ജെയ്ക്ക് പറയുന്നു. ഞാൻ ഈ വഴക്ക് ഒരുപാട് ദൂരം കൊണ്ടുപോയി എന്ന് മുറിയിൽ വെച്ച് ജെയ്ക്ക് ചാർലിയോട് പറയുന്നു. അടുത്ത ദിവസം ഏരിയ 51 മെഡിക്കൽ ബേയിൽ ഡോക്ടർ ഐസക് തന്റെ ഭർത്താവ് ഒക്കുനെ കാണുന്നു. ആദ്യ യുദ്ധം നടന്നപ്പോൾ കോമയിലേക്ക് വീണുപോയ റിസർച്ച് ഡയറക്ടർ ആയിരുന്നു അയാൾ. പെട്ടെന്ന് ഐസക്കിനെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ എണീക്കുന്നു. 20 വർഷം കടന്നുപോയത് അയാൾ അറിഞ്ഞില്ല. ഐസക് ഈ നാളുകൾ കൊണ്ട് എത്രമാത്രം മാറിയെന്ന് ഒക്കുൻ കാണുന്നു. അതേസമയം ശനിയുടെ ഉപഗ്രഹമായ റിയയിൽ മനുഷ്യൻ സ്ഥാപിച്ച ബേസ് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ആഡം അറിയുന്നു. അവർ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. എമർജൻസി സിറ്റുവേഷൻ അറിയിച്ചുകൊണ്ട് ഡേവിഡിന് ആഫ്രിക്കയിലേക്ക് അറിയിപ്പ് വരുന്നു. കാതറിൻ
ഡിറക്ടറിനാണെങ്കിൽ അവിടെയെല്ലാം ഉണ്ടായിരുന്ന വട്ടത്തിലുള്ള വൃത്തവും അതിനു കുറുകെയുള്ള നേർരേഖ വരച്ചിരിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഉംബുട്ടു അവരെ അയാളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ആ മുറിയിൽ അയാളും അതുപോലെ ചിത്രം വരച്ചിരുന്നു. മറ്റുള്ളവരെ പോലെ സ്വപ്നത്തിൽ അയാൾക്കുണ്ടായ വിഷനിൽ നിന്നുമാണ് അയാൾ ഇത് വരച്ചത്. ഏലിയൻ ഷിപ്പ് ഉണർന്നതിന് ശേഷമാണ് ആ ചിത്രങ്ങൾ അയാൾ വരയ്ക്കാൻ തുടങ്ങിയത്. ആ ചിത്രം നിഗൂഢമായ ഏതോ മെഷീൻ പോലെ തോന്നി. കൂടാതെ ചില ഏലിയൻ ഭാഷകൾ മനസ്സിലാക്കാനും ഉംബുട്ടുവിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം ചന്ദ്രനിലെ അന്തരീക്ഷത്തിൽ ഒരു വേം ഹോൾ പോലെ എന്തോ ഒന്ന് രൂപപ്പെടുന്നത് കണ്ട് എല്ലാവരും പരിഭ്രാന്തരാകാൻ തുടങ്ങി. അതിൽ നിന്നും ഉംബുട്ടു വരച്ചതുപോലെയുള്ള രൂപം ചന്ദ്രനിലേക്ക് വന്നു. അപ്പോഴാണ് അവരെല്ലാം വിഷനിലൂടെ കണ്ടത് ഒരു സ്പേസ് ഷിപ്പാണെന്ന് മനസ്സിലായത്. ചന്ദ്രനിലെ സ്റ്റേഷനിൽ നിന്നും വീഡിയോ ട്രാൻസ്മിഷൻ പ്രസിഡന്റ് ലാൻഫോർഡിനും ഡേവിഡിനും അയക്കുന്നു. നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്യണമെന്ന് ലാൻഫോർഡ് പറയുന്നു. പക്ഷേ ഈ ഷിപ്പ് 20 വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ ആക്രമിച്ച ഷിപ്പ് പോലെയേ അല്ല. ചിലപ്പോൾ അത് മറ്റൊരു ഏലിയൻ സ്പീഷീസ് ആയിരിക്കാം. അവരുടെ ഉദ്ദേശം എന്താണെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യരുതെന്നും ഡേവിഡ് പറയുന്നു. ലാൻഫോർഡ് ഈ തീരുമാനം ESD കൗൺസിലിന്റെ വോട്ടിങ്ങിന് വിടുന്നു. എന്നാൽ ആദ്യം അറ്റാക്ക് ചെയ്യണം എന്ന് തന്നെയാണ് അവരും വോട്ട് ചെയ്തത്. അതോടെ ജിയാങ് ചന്ദ്രനിലെ കൂറ്റൻ ആയുധം ആ ഷിപ്പിന് നേരെ തൊടുക്കുന്നു. അതോടെ നിലതെറ്റി ആ ഷിപ്പ് ചന്ദ്രനിൽ വന്ന് വീഴുന്നു. ആ ഷിപ്പ് തിരിച്ചെടുക്കണമെന്നും അതിനെക്കുറിച്ച് പഠിക്കണമെന്നും ഷിപ്പ് തിരിച്ചെടുക്കാൻ സയന്റിസ്റ്റിന്റെ ഒരു ടീമിനെ അയക്കണമെന്നും ലാൻഫോർഡ് ഡേവിഡിനോട് പറയുന്നു. കൂടാതെ ഡേവിഡിനെ അവർ തിരികെ വാഷിംഗ്ടൺ DC വിളിക്കുന്നു. എന്നാൽ അത് ഡേവിഡിനെ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ ഏലിയൻ അറ്റാക്കിൽ നിന്നും ഭൂമിയെ രക്ഷിച്ചെന്ന് ലാൻസ്ഫോർഡ് പബ്ലിക് അനൗൺസ്മെന്റ് ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന മുൻ പ്രസിഡന്റ് വിറ്റ്മോർ അസ്വസ്ഥനാകുന്നു. കാരണം വിറ്റ്മോറിന് അറിയാം ഇത് മുൻപ് വന്ന ഏലിയൻ സ്പീഷീസുകളല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ വിവരം എല്ലാവരെയും അറിയിക്കണമെന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ മകളായ പെട്രീഷ്യ വിറ്റ്മോറിനെ ആശ്വസിപ്പിക്കുന്നു. അച്ഛൻ ടെൻഷൻ ആകരുതെന്നും ലാൻഫോർഡിനെ വിശ്വസിക്കണമെന്നും അവൾ പറയുന്നു. വിറ്റ്മോർ മകൾ പറഞ്ഞത് കേട്ട് കട്ടിലേക്ക് കിടക്കാനായി പോകുന്നു. എന്നാൽ പിന്നീട് വിറ്റ്മോറിന്റെ മുറിയിലെത്തിയ അവൾ വിറ്റ്മോർ അവിടെയില്ല എന്ന് മനസ്സിലാക്കുന്നു. ചന്ദ്രനിൽ വെടിവെച്ച് വീഴ്ത്തിയ ഏലിയൻ ഷിപ്പ് കാണാനുള്ള ഡേവിഡിന്റെ അതിയായ ആഗ്രഹം മനസ്സിലാക്കിയ ജെയ്ക്ക് അയാളെ സഹായിക്കാൻ ഒരുങ്ങുന്നു. ജെയ്ക്ക് ഒരു സ്പേസ് ഷട്ടിലും എടുത്ത് നേരെ ഡേവിഡിനെ കൂട്ടാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഡേവിഡ്, ഫ്ലോയിഡ്, ഉംബുട്ടു, കാതറിൻ എന്നിവരെ കൂട്ടി ജെയ്ക്ക് തിരിച്ച് ചന്ദ്രനിലേക്ക് പോകുന്നു. പഴയ മദർഷിപ്പിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ സാഹസികമായി ജെയ്ക്ക് ആ ഷട്ടിൽ ഓടിച്ചു. ഒടുവിൽ ആ ഗോളം പോലെയുള്ള വസ്തു ആ ഷിപ്പിൽ നിന്നും അവർ കണ്ടെടുക്കുന്നു. അതേസമയം ഏലിയനുകളുമായുള്ള ആദ്യ യുദ്ധം ജയിച്ചതിന്റെ വാർഷികം അമേരിക്കയിൽ ആഘോഷിക്കുകയാണ്. ലാൻഫോർഡിന്റെ പ്രഭാഷണത്തിനിടയിൽ വിറ്റ്മോർ കയറി വന്നു. വിറ്റ്മോർ അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ തല ഭയങ്കരമായി വേദനയെടുക്കാൻ തുടങ്ങുകയും താഴേക്ക് വീഴുകയും ചെയ്തു. വിറ്റ്മോറിന് വന്ന അതേ തലവേദന വന്ന ഒക്കുൻ ഹോസ്പിറ്റൽ മുറിയിൽ എന്തൊക്കെയോ ഫോർമുലകൾ എഴുതാൻ തുടങ്ങി. ആ വേദന ഉംബുട്ടുവിനെയും ബാധിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി ഭൂമിയെ ഏലിയൻസ് ആക്രമിച്ചപ്പോൾ വന്ന അതേ ഏലിയൻ ഷിപ്പ് അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രനിലുള്ളവർ കാണുന്നു. ചന്ദ്രനെ തൊട്ടില്ല എന്ന മട്ടിൽ ചന്ദ്രോപരിതലത്തോട് വളരെ ചേർന്നാണ് ഷിപ്പ് വരുന്നത്. അതോടെ ചാർലി വേഗം ഷിപ്പും എടുത്ത് വന്ന് ഡേവിഡിനെയും ജെയ്ക്കിനെയും രക്ഷപ്പെടുത്തുന്നു. അല്ലാത്ത പക്ഷം അതിനടിയിൽപ്പെട്ട് രണ്ടുപേരും മരിച്ചേനെ. ഈ വിവരം ഭൂമിയിലുള്ള ആഡംസും മറ്റുള്ളവരും അറിയുന്നു. അങ്ങനെ സെലിബ്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു. അതേസമയം ചന്ദ്രനിൽ ഷട്ടിലിന്റെ നിയന്ത്രണം ജെയ്ക്ക് ഏറ്റെടുക്കുന്നു. അപ്പോഴേക്കും ആദ്യമെത്തിയ സ്പേസ് ഷിപ്പിലുണ്ടായിരുന്ന ആ ഗോളം ചാർലി യന്ത്രക്കെ ഉപയോഗിച്ച് എടുക്കുന്നു. പലതവണ ശ്രമിച്ചതിന് ശേഷമാണ് ചാർലിക്ക് അത് എടുക്കാനായത്. അവർ അവിടെ നിന്നും പോകാറായതും ഏലിയൻ ഷിപ്പ് അവരുടെ തൊട്ടടുത്തെത്തി. അതിനാണെങ്കിൽ ഒരുതരം ഗുരുത്വാകർഷണം ഉള്ളതിനാൽ ജെയ്ക്കിന്റെ സ്പേസ് ഷട്ടിലിനെ ഏലിയൻ ഷിപ്പ് ആകർഷിക്കാൻ തുടങ്ങി. അതേസമയം ജിയാങ് ചന്ദ്രനിലെ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും ആ വെപ്പൺ ഉപയോഗിച്ച് ഏലിയൻ ഷിപ്പിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. കൂടാതെ പൈലറ്റുമാരെയും ആ ഷിപ്പിനെ ആക്രമിക്കാൻ അയക്കുന്നു. എന്നാൽ ആ വെപ്പണിന് ഏലിയൻ ഷിപ്പിനെ ഒന്നും ചെയ്യാനായില്ല. അതിന്റെ ഷീൽഡ് അത്രയ്ക്ക് ശക്തമാണ്. ഏലിയൻ ഷിപ്പ് അവരുടെ ആയുധം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും ജിയാങ് എല്ലാവരോടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. ഏലിയൻ ഷിപ്പ് ചന്ദ്രനിലെ വെപ്പൺ സ്റ്റേഷൻ ഉൾപ്പെടെ തകർത്ത് കളയുന്നു. അതോടൊപ്പം ജിയാങ്ങും കൊല്ലപ്പെടുന്നു. എർത്ത് സ്പേസ് ഡിഫൻസ് അവരുടെ ഓർബിറ്റൽ ഡിഫൻസ് സാറ്റലൈറ്റുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷേ ഏലിയൻ ഷിപ്പ് ആ ഡിഫൻസ് സാറ്റലൈറ്റുകളെല്ലാം തകർക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഏലിയൻ ഷിപ്പ് ഭൂമിയിലെത്തുകയും പല സിറ്റികളും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഷിപ്പിന്റെ ഗ്രാവിറ്റി മൂലം കാറുകളും ബിൽഡിങ്ങുകളും എല്ലാം അതിനുള്ളിലേക്ക് ആകർഷിക്കുന്നു. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യാനാണ് ഏലിയൻ ശ്രമിക്കുന്നതെന്ന് ഡേവിഡ് മനസ്സിലാക്കുന്നു. ജെയ്ക്കാണെങ്കിൽ ഏലിയൻ ഷിപ്പ് മൂലം പറന്നുപൊങ്ങിയ അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഷട്ടിൽ വളരെ കഷ്ടപ്പെട്ട് പറപ്പിക്കുകയാണ്. അതേസമയം പ്രസിഡന്റ് ലാൻസ്ഫോർഡ് എല്ലാ തീരദേശ പ്രദേശവും ഒഴിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷേ കടലിലുണ്ടായിരുന്ന ചില ബോട്ടുകൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ ലഭിച്ചില്ല. കടലിലൂടെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയൻ ഷിപ്പ് അങ്ങോട്ടേക്ക് വരുന്നത് ഡേവിഡിന്റെ അച്ഛൻ ജൂലിയസ് കാണുന്നത്. അദ്ദേഹം ഡേവിഡിനെ വിളിക്കുകയും മുൻപ് വന്നതിനേക്കാൾ വലിയ ഷിപ്പാണിതെന്നും അറിയിക്കുന്നു. മദർ ഷിപ്പ് ലാൻഡ് ചെയ്യുമ്പോഴേക്ക് കോൾ കട്ടാകുകയും ഷിപ്പ് ലാൻഡ് ചെയ്തതിന്റെ ശക്തിയിലുണ്ടായ തിരമാലയിൽ മറ്റൊരു ബോട്ട് വന്ന് ജൂലിയസിന്റെ ബോട്ടിലിടിക്കുന്നു. അതേസമയം ഡില്ലന്റെ നേതൃത്വത്തിലുള്ള മികച്ച പൈലറ്റുമാർ ഭൂമിയെ ഡിഫെൻഡ് ചെയ്യുവാനായി ചന്ദ്രനിൽ നിന്നും എത്തുന്നു. പ്ലെയിനിൽ അങ്ങോട്ടേക്ക് വരുന്നതിനിടയിൽ അവന്റെ അമ്മ ഒരു കുഞ്ഞിനെയും അമ്മയെയും കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഹെലികോപ്റ്ററിൽ കയറ്റി രക്ഷിക്കുന്നത് ഡില്ലൻ കാണുന്നു. പക്ഷേ ഡില്ലന്റെ അമ്മ ഹെലികോപ്റ്ററിൽ കയറുന്നതിന് മുന്നേ കെട്ടിടം തകർന്ന് അവർ മരിക്കുന്നു. വിറ്റ്മോറും പെട്രീഷ്യയും A51 വെച്ച് ആഡംസിനെ കാണുന്നു. ഒഗിൻ തന്റെ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഏലിയൻസുമായി ഉണ്ടായ ആദ്യ യുദ്ധത്തിൽ മനുഷ്യൻ പിടികൂടിയ ഏലിയനെ ഏരിയ 51 പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇത്രയും കാലം
അനങ്ങാതിരുന്ന ആ ജീവി ഇപ്പോൾ ആ കൂട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. എന്നാൽ അത് സന്തോഷിക്കുകയാണെന്നാണ് ഒക്കുൻ കരുതുന്നത്. ഡേവിഡ് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് വിറ്റ്മോർ ഒരു സീൽഡ് മുറിയിലേക്ക് കയറുകയും അവിടെയുള്ള ഏലിയനുമായി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പുറത്തേക്ക് വന്ന ഏലിയൻ അതിന്റെ ടെന്റക്കൾ വിറ്റ്മോറിന്റെ കഴുത്തിൽ ചുറ്റുകയും വിറ്റ്മോർ വഴി അത് മറ്റുള്ളവരോട് സംസാരിക്കുകയാണ്. അവൾ വന്നു കഴിഞ്ഞിരിക്കുന്നു, അവളാണ് എല്ലാം, ഇതാണ് ആ ഏലിയൻ പറഞ്ഞത്. കാതറിൻ ആ ഏലിയനോട് വട്ടത്തിലുള്ള സിംബൽ കാണിച്ച് അതെന്താണെന്ന് ചോദിക്കുന്നു. സിംബൽ കണ്ട ഏലിയൻ ആകട്ടെ ദേഷ്യം വരുന്നു. അതാകെ വിരളി പിടിച്ചിരിക്കുകയാണ്. അത് തന്നെ ടെന്റക്കൾ വിറ്റ്മോറിന്റെ കഴുത്തിൽ മുറുക്കി. അതോടെ ഏലിയൻ അയാളെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സൈനികർ അതിനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ബുള്ളറ്റുകൾക്ക് അതിനെ അധികമൊന്നും പരിക്കേൽപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ അപ്പോഴേക്കും ഉംബുട്ടു അങ്ങോട്ടേക്ക് വരികയും തന്റെ വാൾ ഉപയോഗിച്ച് അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതൊരു സ്യൂട്ടായിരുന്നു. ഉംബുട്ടുവിന്റെ വെട്ടുകൊണ്ട് ആ പടച്ചട്ട മുറിഞ്ഞു വീഴുകയും അതിൽ നിന്നും ശരിക്കുള്ള ഏലിയൻ പുറത്തു വരികയും ചെയ്തു. ഉംബുട്ടു തന്റെ ആയുധം ഉപയോഗിച്ച് അതിനെ കൊല്ലുന്നു. അതേസമയം ഏലിയൻ ഷിപ്പിൽ ലാൻഡ് ചെയ്ത ഭാഗത്തെ കടൽ തീരത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട രണ്ട് സഹോദരങ്ങൾ. അപ്പോഴാണ് തകർന്നു കിടക്കുന്ന ഒരു ബോട്ടും അതിൽ ബോധമില്ലാതെ കുടുങ്ങിക്കിടന്നിരുന്ന ജൂലിയസിനെ അവർ കാണുന്നത്. അയാൾക്ക് ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തിയ അവർ ജൂലിയസിനെ രക്ഷിക്കുന്നു. അതേസമയം ഏരിയ 51 ടീം ആ വലിയ ഏലിയൻ മദർഷിപ്പിനെ സ്കാൻ ചെയ്യുന്നു. അവളാണ് എല്ലാം എന്ന് ഏലിയൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴാണ് ഡേവിഡ് മനസ്സിലാക്കുന്നത്. അതായത് ഏലിയനുകളെല്ലാം ഒരു കൂട്ടമാണ്. അവരുടെ നേതാവായ ഏലിയൻ രാജ്ഞി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കടലിനടിയിൽ നിന്നും അവരുടെ ചാരവാഹനത്തിന്റെ ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചു. അതായത് ഈ മദർഷിപ്പും കടലിനടിയിൽ ഭൂമി തുറക്കുകയാണ്. അതായത് ഭൂമിയുടെ കോർ എടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭൂമി നശിക്കും. ഏലിയനുകളുമായി ഉണ്ടായ ആദ്യ യുദ്ധം ജയിച്ചത് ആ ഷിപ്പ് തകർക്കാൻ സാധിച്ചത് മൂലമാണെന്ന് ഡേവിഡ് പറയുന്നു. മാത്രമല്ല ആ ഷിപ്പിലും ഒരു ഏലിയൻ രാജ്യം ഉണ്ടായിരുന്നിരിക്കണം. അതായത് ഈ യുദ്ധം ജയിക്കാൻ ഇത്രയും പവർഫുൾ ആയ ഷിപ്പ് തകർക്കണമെന്നില്ല. ആ രാജ്ഞിയെ കൊന്നാൽ മാത്രം മതി. ഏലിയൻ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മിഷന് ലാൻസ്ഫോർഡ് അനുമതി നൽകുന്നു. എല്ലാ പൈലറ്റുമാരും തയ്യാറാകുന്നു. ഡ്രോൺ ഉപയോഗിച്ച് ആ ഷിപ്പിന്റെ ഷീൽഡ് തകർക്കുക. ഫൈറ്റർ പ്ലെയിനുകൾ ബോംബർ പ്ലെയിനുകൾക്ക് സംരക്ഷണം നൽകും. ശേഷം ഷിപ്പിന് മുകളിലെത്തി ബോംബ് ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഏലിയൻ രാജ്ഞിയെ കൊല്ലുക. ഇതായിരുന്നു അവരുടെ പ്ലാൻ. യുദ്ധവിമാനങ്ങളെല്ലാം ഏലിയൻ ഷിപ്പിനടുത്തേക്ക് എത്തി. അതോടെ ഏലിയൻ ഷിപ്പ് ഈ വിമാനങ്ങളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡിഫൻസ് സിസ്റ്റത്തോട് പിടിച്ചു നിൽക്കാൻ മനുഷ്യന്റെ ആയുധങ്ങൾക്ക് സാധിച്ചില്ല. ലാൻസ്ഫോർഡ് അയച്ച ബോംബറുകൾ തകർന്നതോടെ ഷിപ്പിനുള്ളിലേക്ക് കയറുക മാത്രമാണ് വേറെ വഴിയുള്ളതെന്ന് ജെയ്ക്ക് പറയുന്നു. അപകടമാണെങ്കിലും ഡില്ലനും ആ തീരുമാനത്തോട് യോജിക്കുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ ആഡംസ് അതിന് അനുമതി നൽകുന്നു. അങ്ങനെ ജെയ്ക്കും ഡില്ലനും ടീമും ഷിപ്പിനുള്ളിലേക്ക് പോകുന്നു. മറ്റു വിമാനങ്ങൾ അവർക്ക് സംരക്ഷണം നൽകി. അകത്ത് കടന്ന അവർ ഉള്ളിലെ എക്കോസിസ്റ്റം കണ്ട് അത്ഭുതപ്പെടുന്നു. അതേസമയം ഉറക്കത്തിൽ നിന്നും ഉണർന്ന വിറ്റ്മോർ ഞെട്ടി എണീക്കുകയും അവർ ഷിപ്പിലേക്ക് വന്നത് ഏലിയൻ രാജ്ഞിക്ക് അറിയാമെന്ന് പെട്രീഷ്യയോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട പെട്രീഷ്യ വേഗത്തിൽ ആഡമിന്റെ അടുത്തേക്ക് എത്തുകയും അതൊരു ട്രാപ്പാണെന്നും അവരെ തിരിച്ചു വിളിക്കാനും ആവശ്യപ്പെടുന്നു. പക്ഷെ അവർ വൈകിപ്പോയിരുന്നു. ഏലിയൻ രാജ്ഞി ഒരു പ്രത്യേക സിഗ്നൽ സെൻഡ് ചെയ്യുകയും അതോടെ ജെയ്ക്കിന്റെയും ടീമിന്റെയും വിമാനങ്ങളുടെ എഞ്ചിൻ നിൽക്കുകയും ചെയ്യുന്നു. വിമാനങ്ങളെല്ലാം താഴേക്ക് പതിക്കാൻ തുടങ്ങി. മരണത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിലും അവർ വിമാനത്തിലെ ബോംബുകൾ റിലീസ് ചെയ്തു. പക്ഷേ ആ പൊട്ടിത്തെറിച്ച ബോംബുകൾക്ക് ചുറ്റും എനർജി ഷീൽഡുകൾ വരികയും അവയെല്ലാം നിർവീര്യമാക്കുകയും ചെയ്തു. ശേഷം ആ ഷിപ്പിൽ നിന്നും വലിയൊരു എനർജി പുറത്തേക്ക് വരികയും ഭൂമിക്ക് ചുറ്റുമുള്ള എല്ലാ സാറ്റലൈറ്റുകളെയും അത് നിർവീര്യമാക്കുകയും ചെയ്തു. അതോടെ ഏരിയ 51 ബേസിലെയും പ്രസിഡന്റ് ബങ്കറിലെയും എല്ലാ സിസ്റ്റംസും ഓഫ്ലൈൻ ആകുന്നു. ഈ അവസരം ഉപയോഗിച്ച് മദർഷിപ്പ് ബങ്കർ ആക്രമിക്കുകയും ലാൻഡ്ഫോണിനെയും മറ്റുള്ളവരെയും കൊല്ലുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തിന് ശേഷം മിലിറ്ററി ലീഡേഴ്സ് ഏരിയ 51 എത്തുകയും ആഡംസിനെ പുതിയ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്യുന്നു. കാതറിൻ ഒക്കുൻ വരച്ച ചിത്രങ്ങൾ ഉംബുട്ടുവിനെ കാണിക്കുന്നു. ഉംബുട്ടു അതിൽ ചിലത് വായിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിൽ ഇന്റർ ഗാലക്ടിക് യുദ്ധത്തെക്കുറിച്ചും കൂടാതെ ഏതോ ഒരു ശത്രു ഭൂമിയിലെത്തുന്നതിന് മുന്നേ തടയണം എന്നുള്ള മെസ്സേജും ഉംബുട്ടു മനസ്സിലാക്കുന്നു. അതോടെ ഗോളരൂപത്തിൽ ആദ്യം ചന്ദ്രനിലെത്തിയ ഷിപ്പ് ശത്രുവല്ല മിത്രമാണെന്ന് അവർ കരുതുന്നു. അതേസമയം ഏലിയൻ ഷിപ്പിൽ താഴേക്ക് വീണ വിമാനത്തിൽ നിന്നും ജെയ്ക്കും ഡില്ലനും മറ്റ് രക്ഷപ്പെട്ട ചിലരും അവിടെയുള്ള എക്കോസിസ്റ്റത്തിൽ ഏലിയൻസിൽ നിന്നും രക്ഷപ്പെടുവാനായി ഒളിക്കുകയാണ്. ചന്ദ്രനിലെത്തിയ ഷിപ്പിന്റെ ഒരു ക്യാപ്സ്യൂൾ ഒകുൻ ലേസർ ഉപയോഗിച്ച് തുറക്കുന്നു. അതിൽ നിന്നും ഗോളരൂപത്തിൽ പുറത്തേക്ക് വന്ന വസ്തു അവർ സ്കാൻ ചെയ്യുന്നു. പക്ഷെ അവർക്കൊരു സിഗ്നലും ലഭിക്കുന്നില്ല. അതേസമയം ഫ്ലോയിഡ് ആകാംക്ഷയിൽ വന്ന് ആ ഗോളത്തെ സ്പർശിക്കുന്നു. പെട്ടെന്ന് ഫ്ലോയിഡിന്റെ കൈ ആ ഗോളത്തിനുള്ളിലേക്ക് പോവുകയും അത് ആക്ടിവേറ്റ് ആകുകയും ചെയ്യുന്നു. ശേഷം അത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി ഇംഗ്ലീഷിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ ഗോളം ആക്ടിവേറ്റ് ആയതും ഏലിയൻ രാജ്ഞി അത് ഡിറ്റക്ട് ചെയ്യുന്നു. ഗോളത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയ രാജ്ഞി തന്റെ പടച്ചട്ട അണിയുന്നു. ശേഷം മദർഷിപ്പിന്റെ മുകൾ ഭാഗത്തുള്ള ഷിപ്പ് മറ്റു ചെറിയ ഏലിയൻ വിമാനങ്ങൾക്കൊപ്പം മറ്റൊരു ആക്രമണത്തിന് പോകുന്നത് ഏലിയൻ ഷിപ്പിലുള്ള ജെയ്ക്കും കൂട്ടരും കാണുന്നു. അതേസമയം ഏരിയ 51 ആ ഇന്റലിജന്റായ ഗോളം കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ആദ്യ അറ്റാക്കിൽ ഉണ്ടായിരുന്ന ഷിപ്പിൽ നിന്നുമുള്ള ഏലിയൻസ് സ്പേസിലേക്ക് അയച്ച അപായ സിഗ്നൽ ഈ ഗോളം ഡിറ്റക്ട് ചെയ്തിരുന്നു. അതുവഴി ഏലിയൻസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിക്കാനായി വന്നതായിരുന്നു അവരെന്നും പക്ഷേ മനുഷ്യർ തങ്ങളെ അകാരണമായി ആക്രമിച്ചെന്നും ആ ഗോളം അവരോട് പറയുന്നു. ഈ ഗോളം ഉണ്ടാക്കിയ സ്പീഷീസ് മുൻപും ഈ ഏലിയൻസിന്റെ ആക്രമണം പല ഗ്രഹത്തിലും തടഞ്ഞിട്ടുണ്ട്. ഏലിയൻ മദർഷിപ്പിനെ അവർ ഹാർവസ്റ്റർ ഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ ഓരോ ഗ്രഹത്തെ ആക്രമിക്കുകയും അതിന്റെ കോർ ഹാർവസ്റ്റ് ചെയ്ത് ഷിപ്പിന്റെ ഇന്ധനമായി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ അവരുടെ പ്ലാനറ്റിൽ നിന്നും ഈ ഗോളം മാത്രമാണ് അവശേഷിക്കുന്നത്. കൂടാതെ അവർക്ക് ആധുനികമായ ടെക്നോളജി കൈവശമുണ്ട്. അവർക്ക് ആരും അറിയാത്ത ഒരു രഹസ്യ
രഹസ്യ പ്ലാനറ്റ് കൂടിയുണ്ട്. ഏലിയൻ രാജ്ഞിയും കൂട്ടരും ആക്രമിച്ച പ്ലാനറ്റിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആയുധ പരിശീലനവും എങ്ങനെ ഈ ഏലിയൻസിനെ നശിപ്പിക്കാം എന്നതിനെ പറ്റിയും അവർ പരിശീലനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏലിയൻസിന് ഈ ഗോളത്തിന്റെ സ്പീഷീസിനെ ഭയമാണ്. നിർഭാഗ്യവശാൽ ഈ ഗോളം ആക്ടിവേറ്റ് ചെയ്തതിനാൽ ഏലിയൻ രാജ്യം വേഗത്തിൽ തന്റെ ലൊക്കേഷൻ അറിയുകയും തന്നെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് ആ ഗോളം അവരോട് പറയുന്നു. ഏലിയൻ രാജ്യം ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവളെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഗോളം അവിടെ ഉണ്ടെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് ഡേവിഡ് പറയുന്നു. അതായത് യഥാർത്ഥ ഗോളത്തെ ഡീആക്ടിവേറ്റ് ചെയ്യുകയും ഒരു ഐസൊലേഷൻ ചേംബറിലാക്കുകയും ചെയ്യുക. ശേഷം ഗോളത്തിന്റെ അതേ റേഡിയോ സിഗ്നേച്ചർ വ്യാജമായി ഉണ്ടാക്കി കോൾഡ് ഫ്യൂഷൻ ബോംബ് വെച്ച ഒരു വിമാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. സിഗ്നേച്ചർ കണ്ട് ഏലിയൻ രാജ്ഞിയെ അതിന് പുറകെ വരും. ഏലിയൻ രാജ്ഞിയെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം മാത്രമാണ് അവർക്ക് വേണ്ടത്. 1996 ആദ്യ യുദ്ധത്തിന്റെ സമയത്തുള്ള ഒരു റഡാർ ട്രക്ക് തന്റെ കൈവശമുണ്ടെന്ന് ആഡംസ് അവരോട് പറയുന്നു. മിച്ചമുള്ള പൈലറ്റുമാരോട് ഡേവിഡും ആഡംസും സംസാരിക്കുന്നു. സാറ്റലൈറ്റുകളെല്ലാം നശിപ്പിക്കപ്പെട്ടതിനാൽ ആ ബോംബുമായി ഒരാൾ വിമാനത്തിൽ പോകണം. ഏലിയൻ രാജ്ഞി അത് പിന്തുടർന്ന് വരുമ്പോൾ കോൾഡ് ഫ്യൂഷൻ ബോംബ് പൊട്ടിക്കുക. പക്ഷെ ആ വിമാനം പറത്തുന്നവർ മരിക്കും. പെട്രീഷ്യ ആ ദൗത്യം ഏറ്റെടുക്കാമെന്ന് പറയുന്നു. എന്നാൽ വിറ്റ്മോർ അങ്ങോട്ടേക്ക് വരികയും പെട്രീഷ്യയുടെ വിസമ്മതം വകവയ്ക്കാതെ ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതേസമയം ബോധം വന്ന ജൂലിയസ് തന്നെ ഏരിയ 51 കൊണ്ടുപോകുവാൻ ആ കുട്ടികളോട് പറയുന്നു. പക്ഷെ പെട്രോൾ കുറവായതിനാൽ വളരെ കുറഞ്ഞ വേഗത്തിലാണ് കാർ പോയിക്കൊണ്ടിരുന്നത്. അവർ അടുത്ത് കണ്ട ഗ്യാസ് സ്റ്റേഷനിൽ കാർ നിർത്തുന്നു. അവിടെ വെച്ച ഒരു സ്കൂൾ ബസ്സും കുറെ കുട്ടികളെയും അവർ കാണുന്നു. ബസ്സിന്റെ ഡ്രൈവർ അവരെ ഉപേക്ഷിച്ച് ഓടിപ്പോയിരുന്നു. ജൂലിയസും സഹോദരങ്ങളും ആ കുട്ടികളെ ബസ്സിൽ കയറ്റി എല്ലാവരുമായി ഏരിയ 51 പോകുന്നു. അതേസമയം ഏലിയൻ മദർഷിപ്പിലുണ്ടായിരുന്ന ജെയ്ക്കും കൂട്ടരും ആ ഷിപ്പിലെ ചെറുവിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഹാങ്ങർ കണ്ടെത്തുന്നു. ജെയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഏലിയനുകളെ കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും അതുവഴി അവരുടെ ശ്രദ്ധ തിരിക്കാനും ശ്രമിച്ചു. അതേസമയം ജെയ്ക്കിന്റെ സുഹൃത്തുക്കൾ ഏലിയൻ വിമാനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു. ജെയ്ക്കിന്റെ കളിയാക്കൽ കണ്ട് ദേഷ്യം വന്ന ഏലിയനുകൾ അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ജെയ്ക്കിനെ അവർ അപായപ്പെടുത്തുന്നതിന് മുന്നേ മറ്റുള്ളവർ ഏലിയൻ വിമാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയും ജെയ്ക്കിനെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ഇത് കണ്ട ഏലിയൻസ് അവരെ മറ്റു വിമാനത്തിൽ പിന്തുടരുകയും മദർഷിപ്പിന്റെ പുറത്തേക്കുള്ള വാതിൽ അടയ്ക്കുവാനും തുടങ്ങി. ഏലിയൻ ഷിപ്പുകളുടെ വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. വർഷങ്ങൾക്ക് മുൻപുണ്ടായ പരിശീലനത്തിനിടയിൽ തന്റെ തെറ്റുമൂലം ഡില്ലൻ അപകടം സംഭവിച്ചതിന് ജെയ്ക്ക് ഡില്ലനോട് ക്ഷമ ചോദിക്കുന്നു. ഷിപ്പിന്റെ വാതിൽ അടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് തലനാരിഴയ്ക്ക് അവർ പുറത്തു കടക്കുന്നു. അതേസമയം ബേസിലുള്ള എല്ലാവരും ഏലിയൻ ഷിപ്പിനെ ആക്രമിക്കാൻ തയ്യാറാവുകയാണ്. പെട്രീഷ്യ പറഞ്ഞത് കേൾക്കാതെ അച്ഛൻ പോകുന്നത് പെട്രീഷ്യ കാണുന്നു. എങ്കിലും അച്ഛനെ, അതായത് വിറ്റ്മോറിനെ സഹായിക്കാൻ മറ്റൊരു വിമാനത്തിൽ പെട്രീഷ്യയും പോകുന്നു. അപ്പോഴാണ് ഏലിയൻ രാജ്ഞിയും കൂട്ടരും വന്ന അതേ സ്ഥലത്ത് അതേ സമയത്ത് ജൂലിയസും കുട്ടികളും സ്കൂൾ ബസ്സിൽ എത്തുന്നത്. ഏലിയൻ രാജ്ഞിയും ആർമിയും ഏരിയ 51 വലിയ യുദ്ധം തുടങ്ങുന്നു. ഡേവിഡ് അതേസമയം ആ സ്കൂൾ ബസ് കാണുന്നു. ഒരു വിധത്തിൽ ആ ബസ് അപകടകരമല്ലാത്ത സ്ഥലത്തേക്ക് ഡേവിഡ് എത്തിക്കുന്നു. വിറ്റ്മോറിന്റെ വിമാനത്തിലുള്ളത് യഥാർത്ഥ ഗോളമാണെന്ന് തെറ്റിദ്ധരിച്ച ഏലിയൻ രാജ്ഞി ആ വിമാനത്തിന് പുറകെ പോകുന്നു. അച്ഛന്റെ വിമാനത്തിന് അരികിലെത്തിയ പെട്രീഷ്യ അച്ഛനോട് ഗുഡ് ബൈ പറയുകയാണ്. ഡേവിഡ് ആ ഏലിയൻ ഷിപ്പിനും ആർമിക്കും ചുറ്റുമായി എനർജി ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്തതും വിറ്റ്മോർ ആ ഷിപ്പിനുള്ളിലേക്ക് കയറി ബോംബ് പൊട്ടിക്കുന്നു. ഷിപ്പ് തകരുന്നത് കണ്ട എല്ലാവരും തങ്ങൾ വിജയിച്ചു എന്ന് തന്നെ കരുതി. പക്ഷേ ഏലിയൻ ആർമി പിന്നെയും അവിടെ ആക്രമണം തുടരുകയാണ്. മാത്രമല്ല ഏരിയ 51 ബേസിന്റെ ഏറ്റവും വലിയ വെപ്പണും അവർ തകർക്കുന്നു. പൊട്ടിത്തകർന്ന ഷിപ്പിന് ചുറ്റുമുള്ള പുക മാറിയപ്പോഴാണ് ഏലിയൻ രാജ്ഞി മരിച്ചിട്ടില്ല എന്നവർ അറിയുന്നത്. കാരണം ഏലിയൻ രാജ്ഞി സ്വന്തമായി എനർജി ഷീൽഡിനാൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഏലിയൻ രാജ്ഞി അവരുടെ പുറകെ വന്നതും ഡേവിഡും ജൂലിയസും കുട്ടികളുമായി ബസ്സിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. സൈനികരെല്ലാം ഗോളത്തെ സംരക്ഷിക്കുവാനായി ബേസിനുള്ളിലേക്ക് കയറുന്നു. മാത്രമല്ല പൈലറ്റുമാർ ഏലിയൻ രാജ്ഞിയെ ആക്രമിക്കാനും തുടങ്ങി. പക്ഷേ എനർജി ഷീൽഡ് മൂലം അവർക്ക് രാജ്ഞി ഒന്നും ചെയ്യാനായില്ല. മദർഷിപ്പിന്റെ ആയുധം ഭൂമി കുഴിച്ച് കോറിലേക്ക് എത്താൻ ഇനി 6 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അതേസമയം കടലിലുണ്ടായിരുന്ന ബോട്ടിലെ ആൾക്കാർ മനസ്സിലാക്കുന്നു. പെട്രീഷ്യ ഷൂട്ട് ചെയ്ത് ഏലിയൻ രാജ്ഞിയുടെ ഷീൽഡ് തകർക്കുന്നു. ആ ദേഷ്യത്തിൽ പെട്രീഷ്യയുടെ വിമാനത്തിന് ഏലിയൻ കേടുപാടുകൾ ഉണ്ടാക്കുന്നു. വിമാനം തകരുന്നതിന് മുന്നേ പാരച്യൂട്ട് ഉപയോഗിച്ച് പെട്രീഷ്യ രക്ഷപ്പെടുന്നു. താഴെ വീണ പെട്രീഷ്യയെ പിടികൂടാൻ വന്ന രാജ്ഞിയെ ജെയ്ക്കും കൂട്ടരും ആക്രമിക്കുന്നു. ഒക്കുന്നും ഐസക്കും കാവൽ നിന്നിരുന്ന ഗോളത്തിന്റെ അടുക്കലേക്ക് ഏലിയൻസ് എത്തുകയും രാജ്ഞിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഡില്ലനും ടീമിനും ഷിപ്പിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നു. കാരണം രാജ്ഞി തന്റെ ഹൈവ് ലിങ്ക് ഉപയോഗിച്ച് എല്ലാ ഷിപ്പും തന്റെ ചുറ്റും വന്ന് ഒരു പ്രൊട്ടക്റ്റഡ് ഷീൽഡ് പോലെ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. അതോടെ എല്ലാ ഏലിയൻ വിമാനങ്ങളും രാജ്ഞിയുടെ ചുറ്റും ഷീൽഡ് പോലെ പറന്നു. ഉംബുട്ടുവും ഫ്ലോയിഡും ഏലിയൻസിനെ നേരിടുവാനായി ഐസൊലേഷൻ മുറിയിലേക്ക് എത്തി. അവര് തമ്മിലുള്ള ആക്രമണത്തിൽ ഏലിയൻസിന്റെ തോക്കിൽ നിന്നും ഐസക്കിന് വെടിയേൽക്കുന്നു. ഉംബുട്ടുവും ഫ്ലോയിഡും അവിടെയുള്ള ഏലിയൻസിനെ കൊല്ലുന്നു. പക്ഷെ ഐസക് മരിക്കുന്നു. അപ്പോഴേക്കും ഏലിയൻ രാജ്ഞി അങ്ങോട്ടേക്ക് എത്തുകയും ഗോളം കൈക്കലാക്കുവാനായി കെട്ടിടത്തിന്റെ റൂഫ് പൊളിക്കാനും തുടങ്ങുന്നു. അതേസമയം ഏലിയൻ വിമാനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജെയ്ക്കും കൂട്ടരും വിമാനത്തിന്റെ മാനുവൽ ത്രസ്റ്ററുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും വളരെ വേഗത്തിൽ ആ ഷിപ്പ് ഓടിച്ച് ആ ഹൈവിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടുന്നു. ഏലിയൻ രാജ്ഞി റൂഫ് തകർത്ത് ആ ഗോളം കൈക്കലാക്കിയപ്പോൾ ജെയ്ക്കിനും കൂട്ടർക്കും വിമാനത്തിന്റെ കൺട്രോൾ തിരികെ ലഭിക്കുകയും അവർ പൂർവാധികം ശക്തിയിൽ ഏലിയൻ രാജ്ഞിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതോടെ രാജ്ഞിയുടെ പടച്ചട്ട തകരുന്നു. അതിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ ഡേവിഡിന്റെ ബസ്സിന് മുന്നിൽ വന്ന് വീണ് അത് മരിക്കുന്നു. അതോടെ കയ്യിലുണ്ടായിരുന്ന ഗോളം പുറത്തു വരുന്നു. ഏലിയൻ രാജ്ഞി മരിച്ചതോടെ ഭൂമി തുറക്കുന്ന പ്രോസസ് നിൽക്കുന്നു.
പോകുന്നു. കൂടാതെ ഏലിയൻ വിമാനങ്ങളെല്ലാം വീണ് തകരുന്നു. അതോടെ ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും സന്തോഷമാകുന്നു. കൂടാതെ ഏലിയൻ മദർഷിപ്പ് ഭൂമിയിൽ നിന്നും തിരികെ പോവുകയും ചെയ്യുന്നു. മാത്രമല്ല ഭൂമിയുടെ മിത്രമായ വെളുത്ത ഏലിയൻ ഗോളത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് സേഫ് ആണ്. ഭൂമി ഇനി ഒരു ഏലിയൻ അറ്റാക്കിനെ അതിജീവിക്കില്ല എന്ന് ഡേവിഡ് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഷെൽട്ടർ പ്ലാനറ്റിൽ ഹാർവെസ്റ്റർ രാജ്ഞിയുടെ അറ്റാക്ക് തടയുവാനായി ഏലിയൻ ഗോളം പരിശീലനം നൽകുന്നുണ്ടെന്ന് ഒക്കുൻ പറയുന്നു. അതായത് മനുഷ്യന്റെ അടുത്ത ജോലി ഈ ഗോളത്തിന്റെ സ്പീഷീസുമായി ചേർന്നുള്ള ഇന്റർ ഗാലക്റ്റിക് യുദ്ധമാണ്. അതോടെ ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.